ഒരു വടുകപ്പുളി അച്ചാറിടാനുള്ള ചേരുവകളാണ് ഈ കാണിക്കുന്നത്. പഴുത്ത നാരങ്ങ, വടുകപ്പുളി നാരങ്ങ, ഉലുവ, കായം, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചീനമുളക്, പച്ചമുളക്. ഇനി എണ്ണയും ഉപ്പും മറ്റും ചേർക്കുമ്പോൾ കാണിക്കാം. ഇതാണ് ചേരുവകൾ. വടുകപ്പുളി നാരങ്ങ കഷ്ണങ്ങളാക്കിയതാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് പച്ചമുളക് ഒരു 3-4 അരിച്ചീനമുളക്, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. വീണ്ടും വേണമെങ്കിൽ ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതൊന്ന് ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇത് ഇങ്ങനെ യോജിപ്പിച്ച് കുറച്ച് നേരം വെക്കണം. 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചാൽ കുഴപ്പമില്ല. അതിനുശേഷമാണ് ഇതിലേക്ക് വറവിടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുക. അതിൽ കായം വറുത്ത് പൊടിക്കാണ്ട് ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് സെറ്റാവണ വരെ അങ്ങനെ വയ്ക്കുകയാണ്. പുളിയഞ്ചിയിലേക്കുള്ള കായവും ഉലുവയും വറക്കുകയാണ്. ആദ്യം ഉലുവ വറുത്തെടുക്കാം. എണ്ണ ഒഴിക്കുകയാണ്. കായം വറുത്തെടുക്കാം. ഇതിലേക്ക് കടുകിടാം. വറ്റൽമുളകും കറിവേപ്പിലയും, അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പച്ചമണം ഇടാൻ മാത്രമാണ്. ഈ വറവ് ഇതിലേക്ക് ഒഴിക്കാം. തയ്യാറാക്കിയ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലിട്ട് തിളപ്പിച്ച് വെള്ളം ചൂടാറിയതിന് ശേഷം അച്ചാറിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഇതിലേക്ക് കായവും ഉലുവയും പൊടിച്ചത് ചേർക്കുകയാണ്.
ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മഞ്ഞൾപ്പൊടി തിളപ്പിച്ച് ഇതൊഴിക്കുകയാണ് ഇതിലേക്ക്. നല്ല ചൂടില്ല, തിളച്ചല്ല, കുറച്ച് ചൂട് കമ്മിയാണ്. ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഓണം സ്പെഷ്യലായിട്ടാവുകൊണ്ട് നമ്മൾ ഓണം ഒരാഴ്ചയുടെ തന്നെ കഴിക്കും, എല്ലാതും അധികം ദിവസം വെക്കില്ല, അതുകൊണ്ടാണ് ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ വടുകപ്പൊടി അച്ചാർ റെഡി.